താങ്ക്സ്, ഷെയർ, സബ്സ്ക്രൈബ്. താൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വിവാദപരമായ ഒരു നിലപാടിൽ വ്യക്തത വരുത്താൻ ഇറക്കിയ ക്ലാരിഫിക്കേഷൻ വീഡിയോയിലും ഈ വാചകം പറയാൻ പേർലി മാണി മറന്നില്ല. എന്നാൽ 10 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഉയർന്ന പ്രധാന ചോദ്യം ഇതാണ്: നടന്നത് ശരിക്കും ഒരു ക്ലാരിഫിക്കേഷൻ ആണോ, അതോ ലൈൻ ബൈ ലൈൻ മലയാളം ട്രാൻസ്ലേഷനോ? ഓരോ സെൻറ്റൻസും വായിച്ച് അതിൻ്റെ അർത്ഥം മലയാളിക്ക് പറഞ്ഞു തരുന്നത് കണ്ടപ്പോൾ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജയശ്രീ ടീച്ചർ ഇംഗ്ലീഷ് പാഠപുസ്തകം വായിച്ച് അർത്ഥം പറഞ്ഞു തന്നിരുന്ന ആ പഴയ സ്കൂൾ ക്ലാസ്സുകളാണ് ഓർമ്മയിൽ വന്നത്. പിന്നീട് സ്വന്തമായൊന്ന് ആലോചിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, നമ്മളൊക്കെ വായിച്ചപ്പോഴും ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഒരു സിനിമയിൽ കൊച്ചിൻ ഹനീഫ താൻ എഴുതിയ കത്തിൻ്റെ അർത്ഥം നരേന്ദ്രപ്രസാദിന് വായിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പഴയ കോമഡി രംഗമുണ്ട്. അത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. വിഷയം കേവലം CJP അഥവാ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലെ നിലപാടിൽ മാത്രം ഒതുങ്ങുന്നില്ല. മുതിർന്ന ചലച്ചിത്ര സംവിധായകൻ സിബി മലയിലിനെ അപമാനിച്ചു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങളും പേർലി മാണിക്കെതിരെ ഉയർന്നിരുന്നു. ചലച്ചിത്രമേളയിലും പൊതുവേദികളിലും മുതിർന്ന വ്യക്തിത്വങ്ങളോട് കാണിക്കേണ്ട പ്രാഥമികമായ മര്യാദകളെപ്പോലും റീച്ചിനും തമാശയ്ക്കും വേണ്ടി കാറ്റിൽ പറത്തി എന്നതായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ തൻ്റെ പുതിയ ക്ലാരിഫിക്കേഷൻ വീഡിയോയിലൂടെ ഞാൻ സിബി മലയിൽ സാറിനെ ഒരിക്കലും അപമാനിച്ചിട്ടില്ല, എൻ്റെ വാക്കുകൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു സാധാരണ സംഭവമായി ലഘൂകരിക്കാൻ വിശദീകരിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു തെറ്റുതിരുത്തലോ മാപ്പ് പറച്ചിലോ അല്ല. പകരം താൻ ചെയ്തതിനെ ഏതു വിധേനയും ന്യായീകരിക്കാനുള്ള ഒരു ട്രാൻസ്ലേഷൻ എക്സസൈസ് മാത്രമായിരുന്നു. ഇനി നമുക്ക് ഈ വിഷയത്തിൻ്റെ ഏറ്റവും ഗൗരവമേറിയ വശത്തിലേക്ക് വരാം. CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് താൻ വിദ്യാർത്ഥികളെയും പോലീസുകാരെയും ഒരുപോലെയാണ് കാണുന്നതെന്ന് പേർലി മാണി ആവർത്തിച്ച് പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ വളരെ സമാധാനപൂർവവും നിഷ്പക്ഷവും എന്ന് തോന്നിപ്പിക്കുന്ന ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയാനകവും അപകടകരവുമായ ഒരു അരാഷ്ട്രീയതയുണ്ട്. ഒരു വ്യവസ്ഥിതിയിൽ ചൂഷണങ്ങളും നീതികേടുകളും നടക്കുമ്പോൾ ആ ഒരു നിഷ്പക്ഷതയാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ചൂഷക വ്യവസ്ഥിതിയിൽ പിന്തുണയ്ക്കുന്നു എന്നാണ് അർത്ഥം. ഒരു രാജ്യത്ത് നാളെയുടെ ഭാവിയാകേണ്ട വിദ്യാർത്ഥികളാണ് സ്വന്തം അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി തെരുവിലിറങ്ങേണ്ടി വന്നത്. എത്രത്തോളം ഗതികെട്ട അവസ്ഥയാണ്! അധികാരികളുടെയും വ്യവസ്ഥിതിയുടെയും അടിച്ചമർത്തലുകൾക്കെതിരെ അടിയറവില്ലാതെ പോരാടുന്ന വിദ്യാർത്ഥികളെയും ഭരണകൂടത്തിൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കുന്ന പോലീസിനെയും ഒരേ തട്ടിൽ തൂക്കി നോക്കി ഞങ്ങൾക്ക് രണ്ട് കൂട്ടരും ഒരുപോലെയാണ് എന്ന് പറയുന്നത് നിഷ്പക്ഷതയല്ല, മറിച്ച് അനീതിക്ക് മുന്നിൽ കണ്ണടയ്ക്കലാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം പേർലി മാണിക്കെതിരെ ട്രോളുകൾ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ട്രോളുകൾ വെറുതെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ളതല്ല. അത് സോഷ്യൽ മീഡിയ കാണിക്കുന്ന സ്വാഭാവികവും ജൈവികവുമായ പ്രതികരണമാണ്. എന്തുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും ഇത്തരം വിഷയങ്ങൾ തുറന്നു പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? കാരണം വ്യക്തമാണ്. ഞങ്ങൾ സേഫ് ആണെന്ന് ബോധ്യപ്പെടുത്താനുള്ള തന്ത്രപ്പാടാണത്. കൃത്യമായ സാമൂഹിക നിലപാടെടുത്താൽ യൂട്യൂബിലെ റീച്ച് കുറഞ്ഞാലോ, കയ്യിൽ നിന്ന് വൻകിട ബ്രാൻഡ് ഡീലുകൾ നഷ്ടപ്പെട്ടാലോ എന്ന ഭയം. സൊസൈറ്റിയിൽ എന്ത് അനീതി നടന്നാലും കുഴപ്പമില്ല, തങ്ങളുടെ റീച്ചും എൻഗേജ്മെൻറ്റും പക്കയായിരിക്കണം. സമൂഹത്തിൽ നിന്ന് എല്ലാവിധ ജനപ്രീതിയും സാമ്പത്തിക ആനുകൂല്യങ്ങളും സുഖ സൗകര്യങ്ങളും വേണം. എന്നാൽ അതേ സമൂഹത്തിന് വേണ്ടി വ്യക്തമായ നിലപാടെടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി മാറുക എന്തല്ലേ? യഥാർത്ഥത്തിൽ ഈ ഇറക്കിയ ക്ലാരിഫിക്കേഷൻ വീഡിയോയ്ക്ക് മറ്റൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയുള്ള ഇത്തരം അരാഷ്ട്രീയ ന്യായീകരണങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ചിരിയാണോ അതോ അമർഷമാണോ വരേണ്ടത്? ഇൻഫ്ലുവൻസേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ കോടാനുകോടി അറ്റൻഷനും സ്നേഹവും പണവുമെല്ലാം സാധാരണ മനുഷ്യരടങ്ങുന്ന സമൂഹത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളും വിദ്യാർത്ഥികളും അനീതികൾക്കെതിരെ തെരുവിലിറങ്ങി പോരാടുമ്പോൾ സ്വന്തം പേഴ്സണൽ ബ്രാൻഡിങ്ങും ലൈക്കുകളും സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെയുള്ള സേഫ് ഗെയിമുകൾ കളിച്ച് ആളുകളെ വിഡ്ഢികളാക്കരുത്. കാരണം ഒന്നോർക്കുക, പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും എന്നെങ്കിലും ജയിക്കും. പക്ഷേ ആ പോരാട്ടത്തിൻ്റെ നിർണായക സമയത്ത്
നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന ചോദ്യം ചരിത്രത്തിൽ മായാതെ ബാക്കിയാവും.